നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മികച്ച പോളിംഗ് എന്ന ആദ്യഘട്ട സൂചനകൾ. പോളിംഗ് ശതമാനം സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ പിന്നീട്. വിജയപ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികൾ. മുന്നണികൾ ഭരണസാധ്യത സംബന്ധിച്ച കണക്കുകൂട്ടലിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന VK ശ്രീകണ്ഠൻ MP. ഷൊർണൂരിൽ ഭരണം തിരിച്ചുപിടിക്കും. രാഹുൽ മാങ്കൂട്ടം വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വിജയിക്കില്ലെന്ന് ഷാഫി പറമ്പിൽ MP. വികസനത്തിനാണ് വോട്ടെങ്കിൽ ജയം LDF-നായിരിക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമെന്ന് നടൻ ടോവിനോ തോമസ്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും സംവിധായകൻ സത്യൻ അന്തിക്കാട്. ദിലീപ് തെറ്റുകാരനല്ലെന്ന് കോടതി പറയുമ്പോൾ അത് വിശ്വസിക്കുക എന്നത് തന്റെ രീതിയെന്നും മറിച്ചഭിപ്രായമുള്ളവർ മറ്റു നടപടികളിലേക്ക് പോകട്ടെ എന്നും സത്യൻ അന്തിക്കാട്. വാർത്തകൾ വിശദമായി. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്. ഇന്ന് 35 വാർഡിലെ വോട്ടർമാർ വിധിയെഴുതി. രാവിലെ മുതൽ തന്നെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായി. പല ബൂത്തുകളിലും മന്ദഗതിയിലായിരുന്നു പോളിംഗ് നടന്നത്. യന്ത്ര തകരാറോ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 12 മണിയോടുകൂടി 18-ാം വാർഡ് സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെത്തി VK ശ്രീകണ്ഠൻ MP വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ 35 വാർഡിലേക്കായി 108 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വിജയിക്കില്ലെന്ന് ഷാഫി പറമ്പിൽ MP. പാലക്കാട് IMI ഹാൾ ബൂത്ത് 2-ൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയല്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം ജനങ്ങൾ തള്ളിക്കളയുമെന്നും UDF വൻ മുന്നേറ്റം നടത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കേണ്ട നടപടികളെല്ലാം എടുത്തിട്ടുണ്ട്. അത് വീണ്ടും അജണ്ടയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ശബരിമല പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടതിന് മുൻ MLA അടക്കമുള്ള CPM നേതാക്കൾ ജയിലിലാണ്. ക്ഷേത്രത്തിന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ള നടത്തുന്നു. കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് സർക്കാർ നടപടികളിലേക്ക് നീങ്ങിയത്. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF തെരഞ്ഞെടുപ്പ് സഖ്യത്തിലാണെന്ന വിമർശനം ഷാഫി പറമ്പിൽ തള്ളി. പാലക്കാട് നഗരസഭയിൽ പോലും ജമാഅത്തെ ഇസ്ലാമി UDF-നെതിരായി മത്സരിക്കുകയാണ്. സർക്കാരിനെയും CPM-നെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാനുള്ള വ്യഗ്രതയാണ് CPM നേതാക്കൾ കാണിക്കുന്നത്. ആദ്യം സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങളും ഉയർന്നുവന്ന ആരോപണങ്ങളും പരിഹരിക്കാൻ അവർ തയ്യാറാകണം. തെരഞ്ഞെടുപ്പിൽ ജനം കൃത്യമായി അവർക്കെതിരെ പ്രതികരിക്കുമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്ക് അത് ചർച്ചയായാലുണ്ടാവുന്ന ഡാമേജിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളതുകൊണ്ടാണ് ആ അജണ്ട മാറ്റണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുക. മറ്റു വിഷയത്തിലൊരു അജണ്ട ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തു കഴിഞ്ഞു. ഒരാളെ, ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞു. താൽക്കാലിക സസ്പെൻഷനിലോ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു നടപടികൾ. എന്നിട്ട് അത് അജണ്ടയല്ല എന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ, ഞാനൊരു കാര്യം പറയാം, ഇവിടെ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്തിനാ ഉള്ളത്? അമ്പലത്തിൻ്റെയും അയ്യൻ്റെയും സ്വർണ്ണും സ്വത്തും കാക്കാനാണ്. ആ പദവിയും ആ സംവിധാനങ്ങളും ഇത് കക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട്, അത് നേരത്തെ അറിഞ്ഞിട്ട്, അത് കോടതി ഇടപെടുന്നത് വരെ അത് മറച്ചു വെച്ചിട്ട്, അത് ജനങ്ങൾക്കിടയിൽ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ട് പിടിക്കപ്പെട്ടവർ ഓരോരുത്തരും അവരുടെ മേലെയുള്ള ആളുകളുടെ പേര് വന്ന് പാർട്ടിയുടെ നിലവിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗത്തിൽ, പഴയ MLA, പഴയ ഏരിയ സെക്രട്ടറിയിൽ, പാർട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ഒരാളിൽ എത്തിയിട്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പേക്കാൾ ഇരട്ടി പ്രതീക്ഷയിലാണ് UDF ഉള്ളതെന്നും ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും VK ശ്രീകണ്ഠൻ MP. ഷൊർണൂരിൽ ഭരണം UDF പിടിച്ചെടുക്കുമെന്നും MP പറഞ്ഞു. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 18-ാം വാർഡ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MP. കേരളത്തിലെ ഇടതുഭരണം അവസാനിക്കാനുള്ള ആദ്യപടിയാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ വിധിയെഴുത്തെന്നും MP പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും ഇരട്ടി പ്രതീക്ഷയാണ് ഇത്തവണ UDF-നുള്ളത്. കാരണം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനവിരുദ്ധ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് ആത്മാർത്ഥമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ UDF വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഐക്യജനാധിപത്യത്തിന്റെ പ്രചരണത്തിലും പ്രവർത്തനത്തിലും വലിയ മുന്നേറ്റമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ചുണ്ടായത്. ഇത്രയും നല്ലൊരു കാലാവസ്ഥ UDF-ന് അനുകൂലമായിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് വലിയ മുന്നേറ്റം UDF-നുണ്ടാകും. കേരളത്തിലെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാനുള്ള ആദ്യപടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പെന്ന് ജനങ്ങൾ
മനസ്സിലാക്കി ഉള്ള വിധിയെഴുത്തായിരിക്കും ഉണ്ടാകുക. വികസനത്തിനാണ് വോട്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയമുണ്ടാക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA ഓങ്ങല്ലൂർ കാരക്കാട് AMUP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു MLA. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 24 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 24 വാർഡുകളിലേക്കാണ് പോളിംഗ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് ശതമാനം രേഖപ്പെടുത്താനായി രാവിലെ മുതൽക്ക് തന്നെ മിക്ക വാർഡുകളിലെയും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ദൃശ്യമായത്. UDF, LDF, BJP, SDPI, തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ 92 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. രാവിലെ 11 മണിയോടുകൂടി 11-ാം വാർഡ് കാരക്കാട് AMLP സ്കൂളിലെ ബൂത്ത് നമ്പർ 2-ലെത്തി മുഹമ്മദ് മുഹസിൻ MLA വോട്ട് രേഖപ്പെടുത്തി. വികസനത്തിനാണ് വോട്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയമുണ്ടാക്കുമെന്ന് MLA മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം മിക്കവാറും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടും. വികസനത്തിനാണ് വോട്ട് എങ്കിൽ പരമാവധി വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മണ്ഡലത്തിലും കേരളത്തിലൊക്കെ നടന്നതിന് വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വമ്പിച്ച വിജയം ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. ന്യൂസ് സെന്റർ ഷൊർണൂർ. കളർഫുള്ളാക്കി ബൂത്തുകൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഷൊർണൂർ നഗരസഭയിലെ 16-ാം വാർഡിൽ 3 വനിതാ സ്ഥാനാർത്ഥികളും വിജയ പ്രതീക്ഷയിലാണ്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് LDF സ്ഥാനാർത്ഥി രമ്യകൃഷ്ണ പറഞ്ഞു. 100% വിജയിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ തീർച്ചയായിട്ടും 100% വോട്ടായി മാറും തന്നെയാണ് വിചാരിക്കുന്നത്. കേന്ദ്ര പദ്ധതികളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അത് വോട്ടായി മാറുമെന്ന് NDA സ്ഥാനാർത്ഥി M രമാദേവിയും പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വികസനം ഇവിടെ കൊണ്ടുവരും. ഇവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ഇവിടെ മാറ്റം കൊണ്ടുവരുന്നത് മാറണം എടുക്കുന്നതിനാണ് വിജയപ്രതീക്ഷയുണ്ട്. കേന്ദ്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇവിടെ മാറ്റം വരും. എന്നാൽ സർക്കാർ വിരോധം പോളിംഗിൽ പ്രതിഫലിക്കുമെന്നും അത് വോട്ടായി മാറുമെന്ന് UDF സ്ഥാനാർത്ഥി PP സൗമ്യയും പറഞ്ഞു. നമുക്ക് നന്നായിട്ട് വിജയപ്രതീക്ഷയുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭരണത്തിനെതിരെ നമുക്ക് പുതിയൊരു ചരിത്രം കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ആര്യഞ്ചിറ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വടനാകുറിശി പൊയിലൂർ 6-ാം വാർഡിൽ 3 മുന്നണി വാർഡ് സ്ഥാനാർത്ഥികളും ഒരുമിച്ച് നിന്നാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ LDF സ്ഥാനാർത്ഥിയായി PP വിജയനും UDF സ്ഥാനാർത്ഥിയായി അബ്ദുൾ നിസാറും NDA സ്ഥാനാർത്ഥിയായി CR വിജേഷും മത്സരിക്കുന്നു. ബൂത്തിൽ വോട്ട് അഭ്യർത്ഥനയുമായി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി മിഥു ടീച്ചറും UDF സ്ഥാനാർത്ഥി സുനിത സുന്ദരബാബുവും എത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബേബി ബാബുവും പൊയിലൂർ ബൂത്തിൽ വോട്ട് അഭ്യർത്ഥനയുമായി എത്തി. 3 മുന്നണിയിലെ പ്രമുഖ നേതാക്കളും ബൂത്തിൽ സജീവമായിരുന്നു. LDFന് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ വിജയം നേടാനാകുമെന്ന് മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നും അന്തിക്കാട് മുറ്റിച്ചൂർ UP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം VS സുനിൽകുമാർ പറഞ്ഞു. നല്ല ആളുകളുടെ നല്ല റെസ്പോൺസാണ് ഈ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം എല്ലാവരും സാധാരണയേക്കാൾ വിട്ട് രാവിലെ തന്നെ നീണ്ട ക്യൂ നമ്മുടെ ബൂത്തുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതാണല്ലോ വോട്ടിൽ വരിക എന്ന് പറയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെ പോളിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകും. കാരണം സാധാരണ നിലയിൽ ഒരു 10 കൊല്ലമായി ഭരിക്കുന്ന ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരമാണ് സാധാരണ നമ്മളൊക്കെ പ്രതീക്ഷിക്കുക. പൊതുവെ എല്ലാവരും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നരേന്ദ്രമോദി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും എത്തിക്കാനുള്ള വോട്ടാണ് ജനങ്ങൾ വിനിയോഗിക്കുന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ പാലക്കാട് കൽപ്പാത്തി GLP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു C കൃഷ്ണകുമാർ. 30-ലധികം സീറ്റുകൾ നേടി പാലക്കാട് നഗരസഭയിൽ BJP ഭരണ തുടർച്ചയുണ്ടാക്കുമെന്ന് C കൃഷ്ണകുമാർ പറഞ്ഞു. സ്ത്രീപീഡനത്തിൽ പ്രതിയായ MLAയെ സംരക്ഷിച്ച നിലപാട് സ്വീകരിച്ചതിലൂടെ കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാകും. സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്യും. ഇന്നലെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ കാറിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടായത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുതലേന്നുണ്ടായ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു മറുപടി. ആക്രമണത്തെ തുടർന്നുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. UDFലെ തന്നെ ഒരു വിഭാഗം എറിഞ്ഞ കല്ലേറിലാണ് പരിക്കുണ്ടായതെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്താനുള്ള വോട്ടാണ് ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ 30-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള
ഭരണം പാലക്കാട് നഗരസഭയിൽ ഇത്തവണയും ആവർത്തിക്കും. പാലക്കാടിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് വികസനം കണ്ടതുള്ള തിരഞ്ഞെടുപ്പാണ്. ഇന്നലെ രാത്രി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ കാറിടിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. അത് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കല്ലേറല്ല, മറിച്ച് UDF-ലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ എറിഞ്ഞ കല്ലേറ് കൊണ്ടാണ് അയാൾക്ക് പരിക്കേറ്റുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കന്നി വോട്ട് 68-ാം വയസ്സിൽ ആദ്യമായി വോട്ട് ചെയ്ത ആഹ്ലാദത്തിലാണ് അമ്പലവട്ടം വെള്ളിനാംകുന്ന് സ്നേഹതീരം വീട്ടിൽ CK രവീന്ദ്രനാഥൻ. തൻ്റെ 19-ാം വയസ്സിൽ നാടുവിടേണ്ടി വന്ന രവീന്ദ്രനാഥൻ ഇക്കാലം അത്രയും പ്രവാസ ജീവിതത്തിൻ്റെ അവിശ്രമ വഴിയിലായിരുന്നു. ആദ്യമായി ചെയ്തത് 1 3 വോട്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അനങ്ങനടി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ VK പടി അംഗൻവാടിയിലാണ് CK രവീന്ദ്രനാഥൻ വോട്ട് ചെയ്തത്. 68-ാം വയസ്സിൽ ഒരു കന്നി വോട്ടർ. കഥ ഇങ്ങനെ: തൻ്റെ 19-ാം വയസ്സിൽ നാടുവിട്ട് പോകേണ്ടി വന്ന രവീന്ദ്രനാഥൻ കുറേ കാലം ട്രിച്ചിയിലായിരുന്നു. പല ജോലികളും ചെയ്തെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് മസ്കറ്റിലേക്ക് വിമാനം കയറി. നീണ്ടകാലം പിന്നെ മസ്കറ്റിൽ. പ്രവാസ ജീവിതത്തിനിടെ വിവാഹത്തിനും മറ്റ് ചില സന്ദർഭങ്ങളിലും മാത്രമാണ് അദ്ദേഹം നാട്ടിൽ വന്നത്. പിന്നെ കുടുംബസമേതം മസ്കറ്റിലായിരുന്നു. ഒടുവിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് രവീന്ദ്രനാഥൻ നാട്ടിൽ തിരിച്ചെത്തിയത് 2024-ൽ. അമ്പലവട്ടത്ത് തറവാട്ടു വീട് പുതുക്കിപ്പണിത് താമസമാക്കിയതിനൊപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. ID കാർഡ് ലഭിച്ചതോടെ 68-കാരന് കന്നി വോട്ടിന് അവസരമൊരുങ്ങി. ഞാൻ ആദ്യമായിട്ട് എടുക്കുകയാണ്. മസ്കറ്റിലായിരുന്നു. വന്നിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. എനിക്ക് ഇതുവരെയും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പുറത്തായിരുന്നു. ഒന്നാണ് ഇത് ആദ്യം വോട്ട് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാടിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായ സന്തോഷത്തിലാണ് രവീന്ദ്രനാഥൻ. ലതയാണ് ഭാര്യ. മകൾ ശ്രീലക്ഷ്മി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമെന്ന് നടൻ ടൊവിനോ തോമസ്. ഇരിങ്ങാലക്കുട ഗേൾസ് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ടൊവിനോ തോമസ്. കേസിന്റെ കൂടുതൽ വിവരങ്ങൾ തനിക്കറിയില്ലെന്ന് ടൊവിനോ തോമസ് പ്രതികരിച്ചു. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. നമ്മളിതിൻ്റെ കേസ് ഫയലും കണ്ടിട്ടില്ല, നമ്മൾ കൃത്യം നേരിട്ട് അറിഞ്ഞ് കണ്ടിട്ടില്ല. അത് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. ഒരു കാരണവശാലും രക്ഷപ്പെടും. അതല്ലേ ഉള്ളൂ. ഞാനീ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണം. മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കും. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അതേസമയം കോടതി വിധിയിലും വിശ്വസിക്കണമെന്ന് ടൊവിനോ ചൂണ്ടിക്കാട്ടി. സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമാണെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒരു തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നത് ഒഴിവാക്കാറില്ലെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് GLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധിയെ ബഹുമാനിക്കുന്നെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സത്യൻ അന്തിക്കാട് പറഞ്ഞു. വോട്ട് അവകാശമാണെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. പ്രചരണങ്ങൾ എന്താണെങ്കിലും നമ്മുടെ മനസ്സിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു നാടിൻ്റെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം കൊടുക്കുന്ന ആളുകളെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നും സത്യൻ അന്തിക്കാട് ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കാറില്ല. എവിടെയാണെങ്കിലും കാര്യം നമ്മുടെ അവകാശമാണല്ലോ. നമ്മൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. പ്രചരണങ്ങൾ പലതും ഉണ്ടാകും, പക്ഷെ നമ്മുടെ മനസ്സിലൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു തീരുമാനമുണ്ട്. ആരായിരിക്കണം നമ്മുടെ തദ്ദേശ ഭരണത്തിൽ നമ്മൾ സഹായിക്കേണ്ടത്, നിയമസഭയിൽ ആരാണ്, ലോക്സഭയിൽ ആരാണെന്നൊക്കെ നമ്മൾ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ടാവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രചാരണങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. എനിക്ക് തോന്നുന്നു മലയാളിക്ക് എല്ലാവർക്കും അവരവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാവും, ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത്, ആരാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു തീരുമാനമുള്ളതുകൊണ്ട് ഞാനൊരിക്കലും ഈ അവകാശം നഷ്ടപ്പെടുത്താറില്ല. അതാണ് പ്രധാനമായിട്ടുള്ളത്. ആരാണ് തങ്ങളെ ഭരിക്കേണ്ടത് എന്ന ഓരോ മലയാളിക്കും ഉള്ളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും ഫലം വരുമ്പോൾ അത് അറിയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്തിക്കാട് പോലുള്ള ഒരു കാർഷിക ഗ്രാമത്തിൻ്റെ കാർഷിക പുരോഗതിയെ കൂടി പരിഗണിച്ചാണ് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയെന്നും സത്യൻ അന്തിക്കാട് കൂട്ടിച്ചേർത്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും കോടതിയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുക എന്നതാണ് തൻ്റെ രീതിയെന്നും മറിച്ച് അഭിപ്രായമുള്ളവർ മറ്റ് നടപടികളിലേക്ക് പോകട്ടെ എന്നും
സംഘടനകൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇപ്പോൾ സംസാരിക്കേണ്ട വിഷയമല്ലെന്നും സത്യൻ അന്തിക്കാട് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ട്രെയിൻ യാത്രയ്ക്കിടെ വയോധികന്റെ മൊബൈൽ ഫോണും പൈസയും അടങ്ങുന്ന ബാഗ് മോഷ്ടിച്ച് മുങ്ങിയ പ്രതി 7 വർഷത്തിന് ശേഷം ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായി. ചേലക്കര കിള്ളിമംഗലം സ്വദേശി 45 വയസ്സുള്ള അബ്ദുൾ അസീസാണ് പിടിയിലായത്. 2018 മെയ് 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മലബാർ എക്സ്പ്രസ് ജനറൽ കോച്ചിൽ യാത്ര ചെയ്തിരുന്ന മണ്ണാർക്കാട് സ്വദേശി 70 വയസ്സുകാരൻ്റെ മൊബൈൽ ഫോണും പൈസയും അടങ്ങുന്ന ബാഗാണ് മോഷണം പോയത്. ഈ കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തു മുങ്ങിയ ചേലക്കര കിള്ളിമംഗലം നായാട്ടുവളപ്പിൽ വീട്ടിൽ 45 വയസ്സുള്ള അബ്ദുൾ അസീസാണ് 7 വർഷങ്ങൾക്ക് ശേഷം ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ ആലുവയിൽ നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതി ജാമ്യമെടുത്ത ശേഷം വീടും സ്ഥലവും വിറ്റ് ബാംഗ്ലൂർ, തമിഴ്നാട്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, ASI ഗോകുൽദാസ്, SCPOമാരായ ശശി നാരായണൻ, അബ്ദുൾ മജീദ്, നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പ്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മികച്ച പോളിംഗ് എന്ന ആദ്യഘട്ട സൂചനകൾ. പോളിംഗ് ശതമാനം സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ പിന്നീട്. വിജയപ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികൾ. മുന്നണികൾ ഭരണസാധ്യത സംബന്ധിച്ച കണക്കുകൂട്ടലിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. ഷൊർണൂരിൽ ഭരണം തിരിച്ചുപിടിക്കും. രാഹുൽ മാങ്കൂട്ടം വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വിജയിക്കില്ലെന്ന് ഷാഫി പറമ്പിൽ MP. വികസനത്തിനാണ് വോട്ടെങ്കിൽ ജയം LDFനായിരിക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമെന്ന് നടൻ ടോവിനോ തോമസ്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും സംവിധായകൻ സത്യൻ അന്തിക്കാട്. ദിലീപ് തെറ്റുകാരനല്ലെന്ന് കോടതി പറയുമ്പോൾ അത് വിശ്വസിക്കുക എന്നത് തന്റെ രീതിയെന്നും മറിച്ചഭിപ്രായമുള്ളവർ മറ്റു നടപടികളിലേക്ക് പോകട്ടെ എന്നും സത്യൻ അന്തിക്കാട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.